നോക്കൂ പെക്യൂലിയാരിറ്റി ഓഫ് ദ വാൾ. ആർട്ടറിയുടെ ഭിത്തിയുടെ പെക്യൂലിയാരിറ്റി എന്താ? ഇന്ന് നമ്മൾ പറഞ്ഞതാ. ധമനിയുടെ ഭിത്തി കനം കൂടിയത് വെയിന്റെയോ കനം കുറഞ്ഞത്. ഇനിയോ ലോമികയോ ഒറ്റ നിര കോശങ്ങൾ കൊണ്ടുള്ള ഭിത്തി. അപ്പൊ അതൊന്ന് എഴുതി വെക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ എഴുതിക്കോളൂ. പിന്നെ വാൽവുകള്, ആർട്ടറിയില് വാൽവ് ഉണ്ടോ? ഇല്ല, ആർട്ടറിയില് വാൽവുകൾ ഇല്ല. സിരയിലോ അഥവാ വെയിനിലോ വാൽവ് ഉണ്ട് അല്ലെ? ലോമികയിലോ കാപ്പിലറീസിലോ ഇല്ല. ഓക്കെ, അപ്പൊ അത് എഴുതി വയ്ക്കാം. പിന്നെ പെക്യൂലിയാരിറ്റി ഓഫ് ബ്ലഡ് ഫ്ലോ. ബ്ലഡ് ഒഴുകുന്നതിന്റെ പ്രത്യേകത എന്താ? ആർട്ടറിയിൽ എവിടെ നിന്ന് എവിടേക്ക് ഒഴുകുന്നു? ആർട്ടറിയിൽ ഹൃദയത്തിൽ നിന്ന് അല്ലെ, ഫ്രം ഹാർട്ട്. വെയിനിലോ പറയൂ. പിന്നെയോ പിന്നെ അടുത്തത് കാപ്പിലറീസിലോ അതിന്റെ ഒഴുക്ക് എങ്ങനെയാ? പറയൂ. കാപ്പിലറീസിലെ ഒഴുക്ക് ആർട്ടറിയിൽ നിന്ന് എങ്ങനെ ഒഴുക്ക്? ആർട്ടറിയിൽ നിന്ന് വെയിനിലേക്ക് അല്ലെ, ധമനിയിൽ നിന്ന് സിരയിലേക്കല്ലേ ഒഴുക്ക്? പോയ ഓക്കെ. പിന്നെ അടുത്തത് ഞാനത് പിന്നെ രക്തത്തിൽ ഒഴുക്കിന്റെ ദിശ പറഞ്ഞു നമ്മൾ അല്ലെ. ഇനി നോക്കുക, അടുത്തത് ആ ടെക്സ്റ്റ് ബുക്കിലത്തെ കാര്യങ്ങൾ പറയണത് കേട്ടാ, ശ്രദ്ധിക്കും. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഇനി കുറച്ച് കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, കാരണം അതിന്റെ പ്രവർത്തനം നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ വർക്കൊന്ന് പറയേ വേണ്ടു അല്ല. ഇനി അതിന്റെ കുറച്ച് നമ്മൾ പറയാത്ത ചെറിയ ചില്ലറ കാര്യങ്ങളുണ്ട്, ഇതിന് നോക്കിയിട്ട് പറയാം. ഇതാ നോക്കൂ. ദ ഹാർട്ട് ബീറ്റ് കണ്ടിന്യൂസ്ലി വിത്ത് റിതം. ഞാനിത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാർട്ട് ബീറ്റ് എങ്ങനെയാ ഹാർട്ട് ബീറ്റിന്റെ ശബ്ദം ഓർമ്മ ഉണ്ടോ? ഇന്നലെ പറഞ്ഞത് ഡബ് അല്ലെ, ലബ് ഡബ് അങ്ങനെയല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. കണ്ടിന്യൂസ്ലി വിത്ത് റിതം. കണ്ടോ? ഹാർട്ട് ബീറ്റ് അങ്ങനെയാണ്, ഒരു റിതം പോലെയാണ്. ഒരു പാട്ട്, ഒരു താളം ഉണ്ട്. ഒരു പ്രത്യേക താളത്തിലാണത് ഹാർട്ട് ബീറ്റ് നടത്തുന്നത്. Initiation of contraction and relaxation of heart and regulation of the rate of heartbeat are controlled by sinoarterial node. അതായത് നമ്മളിവിടെ പറയുന്നത് ഹാർട്ട് സ്വയം, എന്താ അവിടെ ശബ്ദം നോക്കുക, ഹാർട്ട് സ്വയം വീർക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാർട്ട് എങ്ങനെയാ? സ്വന്തം ഇഷ്ടപ്രകാരം വീർക്കുന്നു ചുരുങ്ങുന്നു. ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം വീർക്കാനും ചുരുങ്ങാനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോട്ടോർ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം?
എന്ത് വേണം? നമ്മുടെ വീട്ടിൽ മോട്ടോർ ഇലക്ട്രിസിറ്റി, കറണ്ട് വേണം, വേണ്ടേ? അതേപോലെ ഹൃദയത്തിനും അതേ സ്വയം പ്രവർത്തിക്കാൻ അവിടെ ഒരു വൈദ്യുതി വേണം. ഈ വൈദ്യുതി നൽകുന്ന ഒരു ഭാഗം ഹൃദയത്തിനുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേര് എന്താ? പേസ് മേക്കർ എന്നാണ് അതിനെ വിളിക്കുന്ന പേര്. മനസ്സിലായ? അതിനെ വിളിക്കുന്ന പേരെന്താ? പേസ് മേക്കർ എന്നാണ്. ഈ പേസ് മേക്കർ ഉണ്ടാക്കുന്ന വൈദ്യുതി പ്രവാഹത്തിന്റെ ഫലമായിട്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ഒപ്പം തന്നെ ഇത് ചുരുങ്ങണത് എപ്പോൾ, വീർക്കണത് എപ്പോൾ എന്ന് തീരുമാനിക്കുന്നത് ഈ പേസ് മേക്കർ ഘടിപ്പിച്ച ഈ പേശി ഭാഗമാണ്, താഴത്തുള്ള കട്ടിയുള്ള ഭാഗമാണ്. അതിന്റെ പേരാണ് സൈനോ ഏട്രിയൽ നോഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്താ അതിനെ വിളിക്കുന്ന പേര്? സൈനോ ഏട്രിയൽ നോഡ്. കേട്ടാ? അപ്പോ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഈ കോശത്തിന്റെ അല്ല, എന്താ, ഹൃദയത്തിന്റെ ഭിത്തിയില് വൈദ്യുതിയുടെ അളവിനെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗമുണ്ട്, പേസ് മേക്കർ. ആ വൈദ്യുതിയുടെ ഇലക്ട്രിക് സെല്ല് പോലെ പ്രവർത്തിക്കുന്ന ഭാഗമുണ്ട്, ഏതാ? പേസ് മേക്കർ. ഇനി ഹൃദയത്തിന്റെ ചുരുങ്ങൽ വീർക്കൽ എന്ന് പറയുന്നതിനെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനെ പറയുന്ന പേര് എന്താ? സൈനോ ഏട്രിയൽ നോഡ് എന്ന. ഇനി വീണ്ടും താഴത്തതാ ഇവിടെ ഒരു കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ 3.3 ബേസ്ഡ് ഓൺ ദ ഹിൻസ് നോക്കാം നമുക്ക്. ഇതില് ബ്ലഡ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ബോഡി നോക്കൂ. എവിടേക്കാ വരണത്? മഹാശിര അഥവാ വെനക്കാവയിലേക്ക് വരുന്നു. എന്നിട്ട് അവിടെ നിന്ന് എവിടേക്ക് പോകുന്നു? റൈറ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. ശരിയല്ലേ? എന്നിട്ട് അവിടെ ഒരു വാൽവ് ഉണ്ട്. ഏതാ വാൽവിന്റെ പേര്? റൈറ്റ് ഏട്രിയത്തിൽ നിന്നാണ് ട്രൈകസ്പിഡ് വാൽവ്. അപ്പൊ അവിടെ എഴുതി വയ്ക്കുക, ട്രൈകസ്പിഡ് വാൽവ് എഴുതി വയ്ക്കുക. ട്രൈകസ്പിഡ് എന്ന് എഴുതുക, വാൽവ് എന്ന് അവരെഴുതിയിട്ടുണ്ട്. എഴുതിയാ? എന്നിട്ട് എവിടേക്കാ പോണത്? ആ വാൽവ് തുറന്ന് എവിടേക്കാ പോണത്? വലത് വെൻട്രിക്കിൾ. ഹൃദയത്തിന്റെ 4 അറകളാ വരച്ചു വെച്ചിറക്കുന്നത്, കണ്ടില്ലേ അത്? അങ്ങനെ അത് വലത് വെൻട്രിക്കിൾ എന്ന് പറയുന്ന താഴത്തെ അറയിലേക്ക് എത്തി. അവിടെ നിന്ന് എവിടേക്കാ പോകുന്നത്? ലങ്സിലേക്കാണ്, അല്ലേ? ലങ്സിലേക്ക് പോകുന്ന കുഴലേതാ? ലങ്സിലേക്ക് പോകുന്ന കുഴല് പൾമണറി വെയിൻ, അല്ല സോറി, പൾമണറി ആർട്ടറി. ശരിയല്ലേ? എന്താ? പൾമണറി ആർട്ടറി അഥവാ പൾമണറി ധമനി. എന്നെ വിളിക്കുന്ന പേരെന്താ? ശ്വാസകോശ ധമനി. അവിടെ എഴുതി വയ്ക്കുക, ശ്വാസകോശ ധമനി അഥവാ പൾമണറി ആർട്ടറി. അങ്ങനെ ലങ്സിലെത്തിയിട്ട് ഇനി അവിടുന്ന് തിരിച്ചു വരുന്നതാണ് അപ്പുറത്ത് കാട്ടിയുള്ളത്. എങ്ങനെയാ? പൾമണറി വെയിനിലൂടെ എവിടേക്ക് വരുന്നു? ബ്ലഡ് ഫ്രം ലങ്സ് എവിടേക്കാ വരുന്നത്? ലെഫ്റ്റ് ഏട്രിയം. ഇത് നമ്മൾ പഠിച്ചതാണ് കേട്ടോ ഓൾറെഡി, അല്ലെ? ലെഫ്റ്റ് ഏട്രിയം അഥവാ ഇടത് ഏട്രിയം. ശരിയല്ലേ? ഇടത് ഏട്രിയത്തിൽ നിന്ന് ഏത് വാൽവാ? ബൈകസ്പിഡ് വാൽവിലൂടെ ഇടത് വെൻട്രിക്കിളിലേക്ക് വരുന്നു. എന്നിട്ടോ അവിടെ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവാണ്. പോകുന്നത് ഏത് വഴിയാ? അയോർട്ട. ശരിയല്ലേ? അയോർട്ട അഥവാ മഹാധമനി, അതവിടെ തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി the carbon dioxide rich blood from different parts of body reaches the right atrium. The oxygen rich blood from lungs reaches the left atrium through the pulmonary vein. Subsequently, atria contract. അതായത് ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാട്ടാ. ശരീരത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് വരുന്ന ബ്ലഡുകളുടെ പ്രത്യേകത എന്താണ്? ആ ബ്ലഡിലുള്ളത്, ആ ബ്ലഡിൽ നിന്ന് ഓക്സിജൻ ശരീരം സ്വീകരിച്ച് ഓക്സിജന് പകരം ആ ബ്ലഡിൽ ശരീരം എന്ത് നിറച്ചു വെക്കുന്നു? ഓക്സിജൻ അതിൽ നിന്ന് എടുക്കുന്നു. എന്നിട്ട് പകരം അതിൽ എന്ത് നിറയ്ക്കുന്നു? ബ്ലഡാ.
കാർബൺ ഡൈ ഓക്സൈഡ് നിറയ്ക്കുന്നു. കണ്ടാ, അതാണ് ദ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ഫ്രം ഡിഫറെന്റ് പാർട്ട് ഓഫ് ബോഡി റീച്ചസ് ദ റൈറ്റ് ഏട്രിയം. അപ്പോ ഇവിടെ ഒരു പ്രത്യേക കാര്യം നമ്മൾ പറയാൻ പോകട്ടാ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബ്ലഡിൽ നിറയെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനിയോ ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ലങ്സ് റീച്ചസ് ലെഫ്റ്റ് ഏട്രിയം ത്രൂ പൾമണറി വെയിൻസ് സബ്സീക്വന്റ്ലി ഏട്രിയ കോൺട്രാക്ട്. അതായത് ശ്രദ്ധിക്കൂ, ഇവിടെ ഹൃദയം ചുരുങ്ങിയിട്ട് വീർക്കും. ഇത് നമ്മൾ മുന്നേ പറഞ്ഞുള്ളതാണ്. ഇതൊക്കെ ശ്രദ്ധിക്കേട്ടാ. ഹൃദയം എന്ത് ചെയ്യുന്നു? മാഷ് പറഞ്ഞുതരാം, ശ്രദ്ധിക്കൂ. ഹൃദയം ചുരുങ്ങുന്നു, പിന്നെ വീർക്കുന്നു. അങ്ങനെ ചുരുങ്ങിയിട്ട് വീർക്കുമ്പോൾ പറഞ്ഞു നമ്മൾ, സിറിഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ, ഫില്ലറ് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ ഹൃദയം ബ്ലഡ് വലിച്ചെടുക്കുകയാണ്. ഹൃദയം രണ്ട് ഭാഗമായിട്ടാണ് ഹൃദയം ബ്ലഡ് വലിച്ചെടുക്കുന്നത് അല്ലെ. രണ്ട് ഭാഗത്തേക്കല്ലേ ബ്ലഡ് വരണത്. എവിടേക്കൊക്കെ ബ്ലഡ് വരണത്? ഇടത്തെ ഭാഗത്തേക്കും വലത്തെ ഭാഗത്തേക്കും. അങ്ങനെയല്ലേ ബ്ലഡ് വരണത്? ആ, ഇടത്തെ ഭാഗത്തേക്ക് ബ്ലഡ് വരണത് എവിടുന്നാ? ആലോചിച്ച് നോക്കൂ, നമ്മള് വരച്ച് ക്ലിയർ ആയിട്ട് ഇടത്തെ ഭാഗത്തേക്കാ. തെറ്റി പറയല്ലേ. ആ, ലങ്സിൽ നിന്ന് എങ്ങനെയുള്ള ബ്ലഡാ വരണത്? അതന്നെ, ഓക്സിജൻ നിറച്ച ബ്ലഡ്. കേൾക്കണ്ട? ഓക്സിജൻ നിറച്ച ബ്ലഡ്. ഈ ഓക്സിജൻ നിറച്ച ബ്ലഡിനെ നമ്മള് ഒരു പേര് പറയും. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ. ശുദ്ധരക്തം എന്നാ പറയാ, പ്യുവർ ബ്ലഡ് എന്നാ പറയാ. എന്താ പറയാ നമ്മള്? പ്യുവർ ബ്ലഡ് അഥവാ ശുദ്ധരക്തം. ശുദ്ധരക്തം. ഇനി ഹൃദയത്തിന്റെ വലത്തെ ഭാഗത്തും ഇതേപോലെ നിറയുന്നുണ്ട്. പക്ഷെ അതെന്ത് രക്ത? ഓക്സിജൻ ഇല്ലാത്ത അഥവാ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തം. ആ രക്തത്തിൽ അപ്പൊ എന്താ വിളിക്കുക നമ്മള്? അശുദ്ധ രക്തം അഥവാ ഇംപ്യുവർ അല്ലെ, അങ്ങനെയാണ് പറയാ. അപ്പൊ അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കണ്ട, ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് മാഷ് പറയണത്. കണ്ട, അവര് വിശദീകരിക്കണം നമുക്ക് വേണ്ടിയിട്ട്. പക്ഷെ നമ്മളിതൊക്കെ ഓൾറെഡി വിശദീകരിച്ച് പറഞ്ഞതാണ്. കണ്ട, ആ വാചകം നോക്കൂ. ദ കാർബൺ ഡൈ ഓക്സൈഡ് rich blood from different part of body reaches right atrium. Oxygen rich blood from lungs reaches the left atrium through the pulmonary vein. Subsequently atria contract. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ഇതിങ്ങനെ നിറഞ്ഞു വരുമ്പോൾ ഏട്രിയ കോൺട്രാക്ട്. ഏട്രിയ എന്ത് ചെയ്യുന്നു? ചുരുങ്ങുന്നു. ഏട്രിയങ്ങൾ സങ്കോചിക്കുന്നു. Where does the blood go when atria contracts? അപ്പോ ഏട്രിയ സങ്കോചിക്കുമ്പോ എന്താ, എവിടേക്കാ പോകുക? ഏട്രിയയിൽ നിന്ന് എവിടേക്ക് പോകും? ഏട്രിയത്തിൽ നിന്ന് എവിടേക്കാ പോകുക? അത് അതിന്റെ താഴത്തേക്കല്ലേ പോവുക? ഏട്രിയത്തിൽ നിന്ന് എവിടേക്കാ പോകുന്നത്? ആ, അതന്നെ, വെൻട്രിക്കിളിലേക്കല്ലേ പോവുക. ആ, ഇനിയോ ഫർദർ വെൻട്രിക്കിൾ കോൺട്രാക്ട്. പിന്നെ വെൻട്രിക്കിൾ ചുരുങ്ങുന്നു. വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ എവിടേക്കാ പോവാ? തിരിച്ച് ഏട്രിയത്തിലേക്ക് പോകുമോ? ഫർദർ വെൻട്രിക്കിൾ കോൺട്രാക്ട്. ഡസ് ബ്ലഡ് ഫ്ലോ ബാക്ക് ടു ഏട്രിയ വെൻ വെൻട്രിക്കിൾ കോൺട്രാക്ട്? കണ്ട, ഡസ് ബ്ലഡ് ഫ്ലോ ബാക്ക് ടു ഏട്രിയ എന്താണ്? വെൻട്രിക്കിൾസ് കോൺട്രാക്ട്. വെൻട്രിക്കിൾ ചുരുങ്ങുമ്പോൾ ബ്ലഡ് തിരിച്ച് ഏട്രിയത്തിലേക്ക് തിരിച്ചു പോകുമോ എന്നാണ് ചോദിക്കുന്നത്. തിരിച്ചു പോകുമോ? ഇല്ല. എന്തുകൊണ്ട് പോവില്ല? പറയൂ, എന്താ പോവാത്തെ? ശ്രദ്ധിച്ചു കേൾക്കൂ. എന്താ പോവാത്തെ? എന്തുകൊണ്ട് ഹൃദയം ചുരുങ്ങുമ്പോൾ അല്ലെങ്കിൽ സങ്കോചിക്കുമ്പോൾ വെൻട്രിക്കിളിൽ നിന്ന് രക്തം തിരിച്ച് ഏട്രിയത്തിലേക്ക് പോകുന്നില്ല? വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ പറയുക, കേക്കട്ടെ ഞാൻ. എന്താ പോവാത്തതില്? നിങ്ങൾ മനസ്സിൽ കാണുന്നില്ലേ? ഏട്രിയും വെൻട്രിക്കിളും ഒക്കെ മനസ്സിൽ കാണുന്നില്ലേ? ആ, അപ്പോ ഈ ഏട്രിയം വെൻട്രിക്കിൾ ചുരുങ്ങുമ്പോൾ വെൻട്രിക്കിളിനകത്തുള്ള ബ്ലഡ് തിരിച്ച് ഏട്രിയത്തിലേക്ക് ഒഴുകുന്നില്ല. അപ്പോ വെൻട്രിക്കിൾ എവിടെയാ, ഏട്രിയ എവിടെയാ? അതൊക്കെ അറിയാലോ.
ഏട്രിയം മുകളില് വെൻട്രിക്കിൾ താഴെ അല്ലെ. വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് മുകളിലേക്ക് തിരിച്ചു പോണില്ല. എന്തുകൊണ്ട് പോണില്ല? മറ്റേ വാൽവല്ല, വാൽവിന്റെ പേര് പറയും. അതന്നെ, ബൈകസ്പിഡും ട്രൈകസ്പിഡും. ശരിയല്ലേ? ബൈകസ്പിഡ് വാൽവും ട്രൈകസ്പിഡ് വാൽവും അടയും. നമ്മളത് പറഞ്ഞിട്ടുണ്ട്, അടയും. ലബ്, അതടയുന്ന ശബ്ദമാണ് എന്ത്? ലബ്. അപ്പോ ബ്ലഡിന് ആ വഴിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ബ്ലഡ് അപ്പൊ ഏത് വഴിക്ക് പോകണം? ഏത് വഴിക്ക് പോകണം? ഒന്ന് അയോർട്ട വഴി, മറ്റൊന്ന് പൾമണറി ആർട്ടറി വഴി. ശരിയല്ലേ? ഇനി പൾമണറി ആർട്ടറി ആണോ? ആർട്ടറി തന്നെ അല്ലേ? ഓക്കെ, നോക്കാം ഇനി. ഇഫ് സോ, അപ്പോ യുനോ വെൻ, ഞാൻ ഇവിടുത്തെ വായിക്കുന്നുട്ടാ. ഇവിടെ വായിക്കുമ്പോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലത്തെ ഒപ്പം നോക്കിക്കോളൂട്ടാ. ഞാൻ ഇപ്പൊ ഇതൊക്കെ വായിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോ എത്തും പുത്തൂലി അത് വായിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്, എന്നാലും ഞാനതൊന്ന് വായിച്ചൊന്നുകൂടി പറഞ്ഞു തരികയാണ്, ഒന്ന് ശ്രദ്ധിച്ചോളൂ. വെൻ വെൻട്രിക്കിൾ കോൺട്രാക്ട്, വിച്ച് ബ്ലഡ് വെസൽ ഡസ് ദ ബ്ലഡ് ഫ്ലോ ടു? ഏത് ബ്ലഡ് അല്ലേ? വെൻട്രിക്കിളുകൾ സങ്കോചിക്കുമ്പോൾ രക്തം ഏതൊക്കെ രക്തക്കുഴലുകളിലേക്ക് കടക്കുന്നു? ഏതൊക്കെ രക്തക്കുഴലിലേക്കാ? നമ്മൾ പറഞ്ഞു, ഇടത്തെ വെൻട്രിക്കിളിൽ നിന്ന് പോകുന്നത് മഹാധമനിയിലേക്കാണ് പോകുന്നത്. മഹാധമനി അഥവാ അയോർട്ട. മറ്റേതോ വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് എവിടേക്കാ പോണത്? ശ്വാസകോശ ധമനിയിലേക്കാണ് പോകുന്നത്. ശ്വാസകോശ ധമനി അഥവാ പൾമണറി ആർട്ടറിയിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ പറഞ്ഞു. അപ്പോ you know that blood supplies oxygen to all cells and receives carbon dioxide from them. Reception of oxygen and expulsion of carbon dioxide take place in the lungs. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പഠിച്ചു ബ്ലഡ് ശരീരത്തിന്റെ എല്ലാ സെല്ലുകളിലേക്കും ഓക്സിജൻ കൊടുക്കുന്നു. ആൻഡ് റിസീവ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദം. അവയിൽ നിന്ന് എന്ത് സ്വീകരിക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു. ഇത് പഠിച്ചതാണ് നമ്മൾ അല്ലേ? പിന്നെയോ റിസപ്ഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് എക്സ്പൾഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടേക്ക് പ്ലേസ് ഇൻ ലങ്സ്. എവിടെ വെച്ചാണ് ഓക്സിജൻ സ്വീകരിക്കുന്നത്? എവിടേക്കാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുന്നത്? ഇതൊക്കെ കൊടുക്കുന്നതും സ്വീകരിക്കുന്നത് എവിടെയാ? ഇൻ ദ ലങ്സ്. എവിടെ വെച്ചിട്ടാ ചെയ്യണത്? ലങ്സ് അറിയണതല്ലേ അത്. ഇഫ് സോ, what causes an increase in level of carbon dioxide in the blood present in vena cava and the level of oxygen in the blood present in pulmonary vein? അപ്പോ നോക്ക, എന്താണ് ഇവിടെ പറയാ? വാട്ട് കോസസ്, എന്താണ് കാരണം? എന്തിന് കാരണം? an increase in level of CO2 carbon dioxide in blood present in vena cava. അതായത് വെനക്കാവ എന്ന് പറഞ്ഞാൽ ഏതാ? മഹാസിര. വെനക്കാവ, ഹൃദയത്തിലേക്ക് ബ്ലഡ് വരുന്ന കുഴലിനെ പറയുന്ന പേരാണ് വെനക്കാവ അല്ലെ? പറഞ്ഞല്ലേ നമ്മള്? വലത്തെ ഏട്രിയത്തിലേക്ക് വരുന്ന ബ്ലഡ് കയറി വരുന്ന വെനക്കാവ വഴിയാണ്. അവിടേക്ക് ബ്ലഡ് വരുന്നതിനും, അതായത് അതിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടാനും, അതേപോലെ ലെവൽ ഓഫ് ഓക്സിജന്റെ അളവ്, പിന്നെയോ ആൻഡ് ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ് പ്രസന്റ് ഇൻ പൾമണറി വെയിൻ. പൾമണറി വെയിനിൽ ഓക്സിജന്റെ അളവ് എന്താണ്? ശ്വാസകോശ സിരകളിലെ അഥവാ പൾമണറി വെയിൻ. അപ്പൊ രണ്ടും സിരയാണ് കേട്ടാ. ഒന്ന് മഹാസിര, മറ്റൊന്ന് ശ്വാസകോശ സിര. എന്താ സിര എന്ന് വിളിക്കാനുള്ള കാരണം? എന്താ വെനക്കാവ അഥവാ വെയിൻ എന്ന് വിളിക്കാനുള്ള കാരണം ഇത് ഹൃദയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന കുഴലുകളാണ് രണ്ടും. ശരിയല്ലേ?
ഹൃദയത്തിലേക്ക് ബ്ലഡ് ഒഴുകുന്ന കുഴലുകളെ നമ്മൾ എന്താ വിളിക്കുക? പറയ് നിങ്ങള്. എന്താ നിങ്ങളൊരു ഉഷാറില്ലാത്തത്? ഹൃദയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന കുഴലുകളെ എന്താ വിളിക്കുക? വെനക്കാവ. അത് പറയുന്നത് ഉഷാറായിട്ട്. വെനക്കാവ. അപ്പോ ഹൃദയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന കുഴലുകളെ വെനക്കാവ എന്നാ പറയാ. പക്ഷേ അതില് ശ്രദ്ധിക്കുക, ഒരു വെനക്കാവ എന്ന് പറയുന്നത് വലിയ കുഴലാണ്. അതിനെ നമ്മൾ പറയുന്ന പേര് അത് വെനക്കാവ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വെനക്കാവ. അതില് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവാണ് കൂടുതൽ. ഇതൊക്കെ നമ്മൾ പറഞ്ഞുള്ളതാ. അതേസമയം മറ്റൊരു വെയിൻ ഏതാ? അത് ശ്വാസകോശത്തിൽ നിന്ന് വരുന്നതാണ്. അതിൽ ഓക്സിജന്റെ അളവ് കൂടുതലാണ്. കാരണം മനസ്സിലായല്ലോ, പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ അറിയാം. ഇനി ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചു കേൾക്കുക. അതിന് ശേഷം അടുത്ത ഭാഗം ഞാൻ വായിക്കാട്ട. നോക്കൂ, ഇവിടെ ബ്ലഡ് ശ്വാസകോശത്തിലേക്ക് നിന്ന് ആദ്യം ഞാൻ ഈ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ തുടക്കം വെച്ചത് ശ്വാസകോശത്തിൽ നിന്ന് വരുന്നു എന്നാ പറഞ്ഞത്. ശ്വാസകോശത്തിൽ നിന്ന് എവിടേക്ക് വരുന്നു? ഹൃദയത്തിന്റെ ഇടത്തെ ഭാഗത്തേക്ക് വരുന്നു, അല്ലെ? അങ്ങനെയല്ലേ? എന്നിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. എന്നിട്ടോ ഹൃദയത്തിന്റെ വലത്തെ ഭാഗത്തേക്ക് വരുന്നു, അല്ലെ? മനസ്സിലായ? അപ്പോ നമ്മൾ പറഞ്ഞത് ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയം വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹൃദയം വഴി ശ്വാസകോശത്തിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞു, അല്ലേ? ഇനി ഞാൻ പറയണത് ശ്രദ്ധിക്കട്ടെ. ഹൃദയത്തിന്റെ ഇടത്തെ ഭാഗത്തുനിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ എവിടേക്ക് എത്തുന്നു? ഹൃദയത്തിന്റെ വലത്തെ ഭാഗത്തെത്തും. ശരിയല്ലേ? വലത്തെ ഭാഗത്തുനിന്ന് ഡാഷ് വഴി ഹൃദയത്തിന്റെ ഇടത്തെ ഭാഗത്തെത്തും. ഏത് വഴി? ഏത് വഴി പറയൂ? അതായത് ബ്ലഡ് നമ്മൾ ഈ ട്രാൻസ്പോർട്ട് ബസ് അല്ലെങ്കിൽ സാധാരണ ബസ്സുകളൊക്കെ പോകുന്ന പോലെയാ. ബസ് ഇപ്പൊ നമ്മൾ പറയാ തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർക്കുള്ള ബസ്. തൃശ്ശൂർ സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുക്കും. എന്നിട്ട് അത് എവിടെ പോയിട്ട് പാർക്ക് ചെയ്യും? നേരെ തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർക്കുള്ളാണെങ്കിൽ കൊടുങ്ങല്ലൂർക്ക് പോയിട്ട് ആ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് കുറച്ചേരം കിടക്കും. എന്നിട്ട് അവിടുന്ന് ആളെടുത്തിട്ട് തിരിച്ച് വീണ്ടും എവിടേക്ക് തന്നെ വരും? തൃശ്ശൂർക്ക് തന്നെ വരും. അതുപോലെ ബ്ലഡ് ഇവിടെ ഒരു സ്റ്റാൻഡിൽ നിന്ന് എടുക്കുക. സ്റ്റാൻഡിന്റെ പേര് ഇടത്തെ ഭാഗം, ഹൃദയത്തിന്റെ ഇടത്തെ ഭാഗം. കേൾക്കണ്ട? ഇടത്തെ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഒന്നുകൂടി കൃത്യമായിട്ട് പറയാം. ഇടത്തെ ഭാഗത്ത് നിന്ന് അടിഭാഗം അതേതാ? ഹൃദയത്തിന്റെ അല്ല, ഹൃദയത്തിലാണ് നമ്മൾ പറയുന്നത്. ഹൃദയത്തില് 4 അറകളുണ്ട്. ഈ 4 അറകളിൽ ഏത് അറയിൽ നിന്നാണ് ഈ ബ്ലഡ് പുറപ്പെടുന്നത്? അതാണ് ചോദ്യം. വരുന്നത് അറയിൽ നിന്നാണോ അത് പുറപ്പെടുന്നത്? വരുന്നത് ഒരറയില. ആ അറയിൽ നിന്ന് കസ്പിഡ് വാൽവ് വഴി താഴത്തെ അറയിലേക്ക് ഒഴുകും. എന്നിട്ട് പിന്നെ ആ അറയിൽ നിന്നല്ലേ പിന്നെ വണ്ടി പുറപ്പെടുന്നത്. അപ്പോ ഈ താഴത്തെ അറയിൽ, അതിന് പേരെന്താന്നാ ചോദിച്ചു ഞാൻ. ആ താഴത്തെ അറയുടെ വെൻട്രിക്കിൾ. അതന്നെ. നിങ്ങൾ സംശയിക്കൊന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞോട്ടാ. തെറ്റിയപ്പോ ഞാൻ തിരുത്താം. നോക്കൂ, വെൻട്രിക്കിൾ. നിങ്ങളോട് ഈ ചോദിക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ശരി എന്നൊക്കെ പറയുമ്പോഴാണ് എനിക്ക് നിങ്ങളൊപ്പം ഉണ്ട് എന്ന് തോന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ പറയുമ്പോൾ ഉഷാറുണ്ടാവില്ല. അതിനാണ് ഈ ചോദിക്കണത്. കേൾക്കണ്ട? അപ്പോ വെൻട്രിക്കിൾ. അപ്പോ വെൻട്രിക്കിളിൽ നിന്ന് ഇത് പുറപ്പെട്ടു. ഇടത്തെ ഭാഗത്തെ വെൻട്രിക്കിളിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇത് എവിടെയാ വന്ന് ചേരുക? ഹൃദയത്തിൽ തന്നെ വരും. ഹൃദയത്തിൽ എവിടെയാ വരിക? അതായത് വരുന്ന ഗേറ്റും പോകുന്ന ഗേറ്റും വ്യത്യാസമുണ്ട്. അതാണ് ഈ പറയണത് മാഷ്. മനസ്സിലായ? അപ്പൊ നമ്മുടെ തൃശ്ശൂർ ജില്ലാ കലക്ടറേറ്റിലേക്ക് ചെല്ലുമ്പോഴേ അവിടെ തൃശ്ശൂർ ജില്ലയുടെ കലക്ടറേറ്റിലെ
ചെല്ലുമ്പോ കാണാ 2 ഗേറ്റ് ഉണ്ട് അവിടെ. വണ്ടികൾ വരുന്നൊരു ഗേറ്റും വണ്ടികൾ പോകുന്ന ഒരു ഗേറ്റും. കണ്ടുണ്ടോ? അങ്ങനെ ചില സ്ഥലങ്ങളിലുണ്ട്. അങ്ങനെ വരുന്ന ഗേറ്റിലൂടെ പോകാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ബ്ലഡിന്റെ കഥയും വരുന്നത്, ഇപ്പോ ശ്വാസകോശത്തുനിന്ന് വരുന്നത് എവിടേക്കാ? ഏട്രിയത്തിലേക്ക്. എന്നിട്ട് ഏട്രിയത്തിൽ നിന്ന് പതുക്കെ അതെന്ത് ചെയ്യും? വെൻട്രിക്കിളിലേക്ക് പോകും. എന്നിട്ട് പോകുന്നത് എവിടുന്നോ? വെൻട്രിക്കിളിൽ നിന്നാണ്. ശരിയല്ലേ? ഇനി ഈ വെൻട്രിക്കിളിൽ നിന്ന് പോയിട്ട് വീണ്ടും ഹൃദയത്തിലെത്തുണ്ട. ഹൃദയത്തിലെത്തുമ്പോ അവിടെ ചെല്ലുന്ന കയറണത് എവിടെയാ? ഏട്രിയത്തിലാണ്, വലത്തെ ഏട്രിയത്തില് അല്ലേ? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് വലത്തെ ഏട്രിയത്തിൽ ചെന്ന് കയറും. എന്നിട്ട് വലത്തെ ഏട്രിയത്തിൽ നിന്ന് കസ്പിഡ് വാൽവ് വഴി താഴത്ത് വെൻട്രിക്കിളിലേക്ക് ഇറങ്ങും. പിന്നെ അവിടുന്ന് പുറപ്പെടും. എവിടുന്ന്? വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് പുറപ്പെടും. വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് എവിടേക്ക് പുറപ്പെടും? ശ്വാസകോശത്തിലേക്ക് പുറപ്പെടും. എന്നിട്ടോ അതിലൂടെ കറങ്ങിയിട്ട് ഇടത്തെ ഏട്രിയത്തിലേക്ക് വന്ന് കയറും. ശരിയല്ലേ? എന്താ നിങ്ങക്ക് വയ്യാണ്ടേ എന്ന് പറഞ്ഞിട്ട്? വയ്യായൊന്നും വേണ്ടാട്ടാ, നോക്ക്. അപ്പോ ഇവിടെ ആ യാത്ര നമ്മൾ ആദ്യം പറഞ്ഞത് ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയം വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിന്റെ വലത്തെ ഭാഗം വഴി ശ്വാസകോശത്തിലേക്ക് അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി അതൊന്ന് ആ കാര്യം തന്നെ നമ്മളൊന്ന് മാറ്റി പറയണം കേട്ടോ. ഒന്ന് മാറ്റി പറയണം. അതിൽ ചെറിയൊരു മാറ്റത്തോട് കൂടിയിട്ട് പറയാം. ഇതന്നെ സംഗതി തന്നെ. അതായത് നമ്മൾ പറഞ്ഞത് ശ്വാസകോശത്തിൽ നിന്ന് എവിടേക്കാ? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് വീണ്ടും തിരിച്ച് എവിടേക്കാ? ശ്വാസകോശത്തിലേക്ക്. പക്ഷേ ശ്വാസകോശത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഹൃദയത്തിന്റെ ഇടത്തെ ഭാഗത്ത് കയറിയിട്ട് അതിലൂടെയാണ് പോകുന്നത്. ഹൃദയമാണ് ഇതിനെ പമ്പ് ചെയ്യണ സാധനം. അവിടെ കയറി അവിടെ കയറണില്ലെങ്കിൽ ഇത് ഒഴുകില്ല. നമ്മൾ പഠിച്ചു. അതേപോലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് പോകുമ്പോ എവിടെ കയറുന്നു? ഹൃദയത്തിന്റെ വലത്തെ ഭാഗത്ത് കയറുന്നു. ശരിയല്ലേ പറഞ്ഞത്? ഈ പറച്ചില് നമ്മളൊന്ന് ചെറുതായി മാറ്റം വരുത്താം. എന്താ മാറ്റം? ശ്രദ്ധിക്കും. ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിന്റെ ഇടത്തെ ഭാഗത്തേക്ക് എത്തുന്നു എന്നല്ലേ പറഞ്ഞു നമ്മൾ. ഇടത്തെ ഭാഗത്തേക്ക് എത്തിയിട്ട് പിന്നെ ശരീരഭാഗങ്ങളിലേക്ക് പോയിട്ട് ഹൃദയത്തിന്റെ വലത്തെ ഭാഗത്ത്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിന്റെ ഇടത്തെ ഭാഗത്തേക്ക് എത്തുന്നു എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി. നമ്മൾ എവിടുന്നാ തുടങ്ങുന്നത്? ഹൃദയത്തിന്റെ ഇടത്തെ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്നു. എന്നിട്ട് എവിടേക്കാ പോകുന്നത്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. എന്നിട്ടോ ഹൃദയത്തിന്റെ വലത്തെ ഭാഗത്ത് എത്തുന്നു. എന്നിട്ട് അവിടെ പാർക്ക് ചെയ്തു, വണ്ടി പാർക്ക് ചെയ്തു. ഓക്കെ, വണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ്. ഇനി വണ്ടി വീണ്ടും അവിടെ നിന്ന് എടുത്തു. ബ്ലഡ് കുറച്ചു നേരം പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് വീണ്ടും വണ്ടി എടുത്തു. എവിടേക്കാ പോണത് ഇനി? ശ്വാസകോശം വഴി അല്ലേ? ശ്വാസകോശം വഴി പോവാണ്. ശ്വാസകോശം വഴി പോകുമ്പോ ശ്വാസകോശത്തിൽ കുറച്ച് ആൾക്കാരെ ഇറക്കിയിട്ട് അവിടുന്ന് വേറെ കുറെ ആൾക്കാരെ കയറ്റി. ആരെ ഇറക്കിയത്? കാർബൺ ഡൈ ഓക്സൈഡിനെ ഇറക്കിയിട്ട് പകരം ആരെ കയറ്റി? ഓക്സിജനെ കയറ്റി. എന്നിട്ട് തിരിച്ചെവിടേക്ക് എത്തി? തിരിച്ചെവിടേക്ക്? ഹൃദയത്തിന്റെ ഇടത്തെ ഭാഗത്തേക്ക് എത്തി. അവിടെ ആരെങ്കിലും ഇറങ്ങണ്ട? അവിടെ ആരും ഇറങ്ങണം കയറണമെന്നില്ല. വണ്ടി എന്താ പറയാ, നമ്മള് വല്ല പെട്രോൾ അടിക്കാൻ കയറിയ പോലെ കയറുകയാണ് അവിടെ. കണ്ടോ? എന്നിട്ട് പെട്രോൾ അടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? വീണ്ടും പോവാണ്, വണ്ടി പോവാണ്. എവിടേക്കാ പോണത്? ഡിഫറന്റ് ബോഡി പാർട്സിലേക്ക് ചെന്നു. എന്നിട്ട് അവിടെ ആൾക്കാരെ ഇറക്കി, പുതിയ ആൾക്കാരെ കയറ്റി. ആരെ ഇറങ്ങിയത് അവിടെ? ഓക്സിജൻ ഇറങ്ങി. പകരം ആര് കയറി? പോകുന്ന വഴിക്ക് അതാണ്. കണ്ട, ഒരു ബസ് പോണ പോലെയാ. അപ്പൊ ഈ ബസ് പുറപ്പെടുന്നത് ഹൃദയത്തിന്റെ ഇടത്തെ ഭാഗത്തുനിന്ന്. എന്നിട്ടോ പോകുന്ന വഴിക്ക് ഓക്സിജനെയൊക്കെ പോണ വഴിക്ക് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇറക്കുന്നു. എന്നിട്ട് ആ വഴിയിൽ നിന്നൊക്കെ പകരം കാർബൺ ഡൈ ഓക്സൈഡിനെ കയറ്റുന്നു. അവസാനം കംപ്ലീറ്റ് ഓക്സിജനെയും ഇറക്കിയിട്ട് പകരം കംപ്ലീറ്റ് കാർബൺ ഡൈ ഓക്സൈഡിനെയും കയറ്റിയിട്ട്
തിരിച്ചെവിടെ എത്തുന്നു? ഹൃദയത്തിലെത്തുന്നു. പക്ഷെ ഇപ്രാവശ്യം ഹൃദയത്തിലെത്തുമ്പോ ഏത് ഭാഗത്ത് എത്തണത്? വലത്തെ ഭാഗത്ത്. എന്നിട്ടോ അവിടെ നിന്നും അവിടെ കയറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോണ വഴിക്ക് കയറണതാ. എന്നിട്ട് അവിടുന്ന് എവിടേക്ക് പുറപ്പെടുന്നു? ലെൻസിലേക്ക്. അവിടെ എത്തിയ കംപ്ലീറ്റ് ആൾക്കാരെ ലെൻസിൽ ഇറക്കുന്നു. എന്നിട്ട് അവിടുന്ന് പുതിയ ആൾക്കാരെ കയറ്റുന്നു. ആരാ? അതെ. അപ്പോ ഇവിടെ ഈ ബ്ലഡിന്റെ യാത്ര നമ്മൾ വേറൊരു തരത്തിൽ പറയാം. കുറെ നേരം ഇപ്പൊ ഇത് പറയണു. ഏതാ? ഹൃദയത്തിന്റെ ഇടത്തെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും ബ്ലഡ് പുറപ്പെടുന്ന സ്ഥലം ഹൃദയത്തിന്റെ ഇടത്തെ ഭാഗത്തുള്ള വെൻട്രിക്കിളിൽ നിന്നാണ്. വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ താഴത്തെ അറയിൽ നിന്ന് അല്ലെ? താഴത്തെ അറയിൽ നിന്ന് മഹാധമനി അഥവാ അയോർട്ട വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും മഹാസിര അഥവാ വെനക്കാവ് വഴി എവിടേക്ക് എത്തുന്നു? വലത്തെ ഹൃദയത്തിന്റെ വലത്തെ ഏട്രിയത്തിലേക്ക് എത്തുന്നു. അഥവാ ഹൃദയത്തിന്റെ വലത്തെ ഏട്രിയത്തിലേക്ക് എത്തുന്നു. ഓക്കെ, ശരിയല്ലേ പറഞ്ഞത്? അപ്പൊ ഇപ്പൊ സഞ്ചരിച്ച വഴി ഒന്നുകൂടി പറഞ്ഞേ. ഇടത്തെ വെൻട്രിക്കിളിൽ നിന്ന് അതന്നെ, വെരി ഗുഡ്. ശരീരത്തിന് അതന്നെ, വെരി ഗുഡ്. അതന്നെ, സംഗതി പിടികിട്ടിയ ഒരു റൂട്ടാണ്. ബ്ലഡ് പോകുന്ന വഴി നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് മാറ്റിയിട്ട് വേറെ രീതിയിലാക്കി നമ്മൾ. തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് പോകുന്ന ബസ് കണ്ടശാങ്കടവിൽ കയറിയിട്ട് അല്ലെ ആ വഴിക്കാണ് പോണത്. അതേപോലെയാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഓക്കെ. ഇനി വീണ്ടും ഇപ്പോ വലത്തെ, ഇനിയും എവിടുന്ന പുറപ്പെടുന്നു? വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് പുറപ്പെടുന്നു. വലത്തെ വെൻട്രിക്കിൾ കേട്ടാ, റൈറ്റ് വെൻട്രിക്കിൾ. അവിടുന്ന് എവിടേക്കാ പോണത്? ഏത് വഴിയാ പോണത്? വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് ഏത് വഴി? ശ്വാസകോശ ധമനി അഥവാ പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് എത്തുന്നു. ലങ്സിൽ നിന്ന് ശ്വാസകോശ സിര വഴി അഥവാ പൾമണറി വെയിൻ വഴി ഇടത്തെ ഏട്രിയത്തിലെത്തുന്നു. മനസ്സിലായ? അപ്പൊ ഒന്നുകൂടി പറഞ്ഞേ. വെരി ഗുഡ്. അങ്ങനെ പറയൂ. ഇനി അടുത്തതോ? അപ്പോ ഇതൊരു റൂട്ട്. അടുത്ത റൂട്ടോ? അതായത് ബ്ലഡ് സഞ്ചരിക്കുന്ന റൂട്ടിനെ നമ്മൾ 2 റൂട്ടാക്കി നമ്മൾ കൃത്യമാക്കുകയാണ്. അടുത്ത റൂട്ടോ? അതന്നെ, ഇടത്ത് വെൻട്രിക്കിളിൽ നിന്ന് മിണ്ടാതിരിക്കുന്ന ആൾക്കാർ മിണ്ടരുത് കേട്ടാ. മിണ്ടാനേ പാടില്ല കേട്ടാ. നിങ്ങൾ മിണ്ടിയ മുത്തു കൊഴിഞ്ഞു വീഴും. കേട്ടില്ലേ? കുറെ ആൾക്കാർ മിണ്ടാതിരിക്കുന്നുണ്ട് വന്നിട്ട്. അവര് വായിൽ മുത്താണേ. മുത്തങ്ങോട്ട് കൊഴിഞ്ഞു പോയി കഴിച്ചാൽ പിന്നെ അവർക്ക് വല്ലോ. പറയൂ. എന്തായാലും കിട്ടണോര് പറയും, പറയണോര് പറയും, മിണ്ടാത്തവര് പറയും. നമ്മളെ ക്ലാസ് റൂമിലാണെന്നുണ്ടെങ്കിൽ നേരിട്ട് 2 അലക്കലക്കിയിട്ട് നമുക്ക് പറയിപ്പിക്കാം. ഇപ്പൊ നമുക്കിങ്ങനെ പറയാന്നല്ലാണ്ട് വേറെ മാർഗം. നിങ്ങളെല്ലാവരും ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ടാണോ? ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് പറയുന്ന ആൾക്കാർ വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ. പറയൂ. ആരാ? ശ്രീരാഗുണ്ട് അവിടെ? ശ്രീരാഗെ നോക്കൂ. ഓക്കെ, അപ്പോ
നമ്മൾ സർക്കുലേഷന് നമ്മൾ പേരിട്ടു ഡബിൾ സർക്കുലേഷൻ. അതായത് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നതിൽ രണ്ട് സർക്കുലേഷൻ ഉണ്ട്. ഒന്ന് സിസ്റ്റമിക് സർക്കുലേഷനും മറ്റൊന്ന് ഏതാ? പൾമണറി സർക്കുലേഷൻ. വെരി ഗുഡ്. പൾമണറി സർക്കുലേഷൻ. ഇനി ശ്രദ്ധിക്കുക, ഇതല്ലാതെയും പലതരം സർക്കുലേഷൻസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതായത് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഈ സർക്യൂട്ട് എന്ന് പറയും. സർക്യൂട്ട് മലയാളത്തിൽ പറയാറുണ്ട്, സർക്യൂട്ട് പോയി എന്ന് പറയും അല്ലെ? പഴയ ആൾക്കാരൊക്കെ പറയാറുണ്ട് ഒരു സർക്യൂട്ട്, അവൻ എവിടേക്കാണ് സർക്യൂട്ട് പേർക്കാന്ന് പറയും. എന്ന് വെച്ചാ എന്തുട്ടാ? ഒരു സ്ഥലം വരെ പോയി. ലൂസ് ഉണ്ട് എന്നല്ല, ചെറുതായിട്ട് അവന് ഒരു സ്ഥലം വരെ പോയി. സർക്യൂട്ടാ, അവ എപ്പോ നോക്കിയാലും സർക്യൂട്ടാന്ന് പറയും അല്ലെ? എന്താ ഈ സാധനം സർക്യൂട്ട്? സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സാധാരണ വൈദ്യുതി ഇങ്ങനെ പ്രവഹിക്കുമ്പോൾ അതിനെ സർക്യൂട്ട് എന്ന് പറയാറുണ്ട്. അത് ചാലകം ഇങ്ങനെ ഒഴുകുന്നതിന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ സർക്യൂട്ട് ഏത് രീതിയിൽ എടുത്താലും വേണ്ടില്ല. സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരുത്തിന്ന് പുറപ്പെട്ടിട്ട് വേറൊരുത്തിന്ന് എത്തുമ്പോൾ അത്രയും കടന്നു വന്ന ആ ദൂരം അല്ലെങ്കിൽ ആ വഴി, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സർക്യൂട്ട് അഥവാ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ. പര്യയനം, മലയാളത്തിൽ ശരിക്കും അതിന്റെ വാക്കിന്റെ അർത്ഥം എന്താ? പര്യയനം എന്നാണ്. ശരിക്കും ആ വാക്കിന്റെ അർത്ഥം എന്താ? പര്യയനം എന്നാണ്. സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അഥവാ പര്യയനം എന്നാണ് കേട്ടാ. അപ്പൊ നമ്മൾ ആ പര്യയനമാണ് ഇപ്പോ നമ്മൾ പറഞ്ഞത്. ഇടത്തെ വെൻട്രിക്കിളിൽ നിന്ന് വലത്തെ ഏട്രിയം വരെയുള്ള പര്യയനം അഥവാ സർക്യൂട്ട് എന്താണ്? അത് സിസ്റ്റമിക് സർക്യൂട്ടാണ്. ഇനി വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് എന്താണ്? ഇടത്തെ ഏട്രിയം വരെയുള്ള പര്യയനം അഥവാ സർക്യൂട്ടാണ് നമ്മൾ പറഞ്ഞത് എന്താ? പൾമണറി സർക്യൂട്ട് അഥവാ പൾമണറി പര്യയനം എന്ന് പറഞ്ഞു. അപ്പോ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് വേറൊരു പ്രത്യേക സ്ഥലം വരെ സഞ്ചരിക്കുന്നതാണ് സർക്യൂട്ട്. ആ സഞ്ചരിക്കുന്നത് ഏതിലൂടെ എന്നതിനനുസരിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ പേരിട്ടത് അല്ലെ? സിസ്റ്റമിക് പര്യയനത്തിന് ആ പേര് വരാൻ കാരണം സിസ്റ്റത്തിലൂടെ പോകുന്നത് കൊണ്ടാണ്. പൾമണറി പര്യയനത്തിന് ആ പേര് വരാൻ കാരണം ലങ്സിലൂടെ പോകുന്നത് കൊണ്ടാണ്. ഓക്കെ, മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പൊ പര്യയനത്തിന് ആ പേര് വരുന്നത് അത് ഏതിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അനവധി പര്യയനങ്ങളുണ്ട്. അനവധി പര്യയനങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തുന്നത് വരെ അതിനൊരു പര്യയനമായിട്ട് നമുക്ക് എടുക്കാം. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഇപ്പൊ നമ്മള് ചെറുകുടലിന്റെ പാഠം പഠിച്ചില്ലേ നമ്മൾ കഴിഞ്ഞ പാഠം? ആ ചെറുകുടലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, സ്മോൾ ഇൻറ്റസ്റ്റൈനിനെ കുറിച്ച് പറയുമ്പോൾ, അതിന്റെ വില്ലസിന്റെ അകത്തേക്ക് വരുന്നു ബ്ലഡിന്റെ കുഴലിങ്ങനെ വരുന്നു. എന്നിട്ട് അത് ചെറിയ ലോമികകളായിട്ട് മാറുന്നു. ഏതിന്റെ ഉള്ളിൽ വെച്ചിട്ട്? വില്ലസിന്റെ അകത്ത് വെച്ചിട്ട്. എന്നിട്ട് ആ ലോമികകൾ കൂടിച്ചേർന്നിട്ട് വലിയ കുഴലായിട്ട് മാറുന്നു. അപ്പൊ വില്ലസിന്റെ ഉള്ളിലേക്ക് വില്ലസ് എത്തുന്നത് വരെ ഒരു ഒറ്റ കുഴലായിട്ട് വന്നിട്ട് വില്ലസിന്റെ ഉള്ളിൽ കയറിയപ്പോ ആ കുഴല് ചെറുതായി. വില്ലസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ കുഴല്, നിങ്ങൾക്ക് അത് ഓർമ്മയിൽ വരണ്ട, മനസ്സിൽ വരണ്ട, അത് ചിത്രം അല്ലെങ്കിൽ ഒന്ന് മറിച്ച് നോക്കിക്കോ ബാക്കിലേക്ക്. വില്ലസിന്റെ ഉള്ളിൽ എത്തിയപ്പോൾ ആ ചെറിയ കുഴലുകളായി മാറിയത് വീണ്ടും ഒറ്റ കുഴലായിട്ട്, അത് വീണ്ടും ഒറ്റ കുഴലായിട്ട് മാറി. അപ്പോ ഈ ചെറിയ കുഴല്, അതായത് ഒരൊറ്റ കുഴലായി വന്നിട്ട് ലോമികയായിട്ട് മാറി, അതായത് കാപ്പിലറീസ് ആയിട്ട് മാറി. വീണ്ടും ഈ ലോമികൾ കൂടി ചേർന്നിട്ട് ഒറ്റ കുഴലായിട്ട് മാറി. എന്നിട്ട് ഈ കുഴലിനി വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ വീണ്ടും എന്തായിട്ട് മാറും? ലോമികകളായിട്ട് മാറും. എന്നിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും ഒറ്റ കുഴലായിട്ട് മാറും. അപ്പൊ ഇവിടെയൊക്കെ ധമനി ലോമിക സിര, ധമനി ലോമിക സിര, ധമനി ലോമിക സിര, അതായത് ആർട്ടറി, കാപ്പിലറി. ആർട്ടറി എന്ന് പറയുന്നത് കാപ്പിലറീസ് ആയിട്ട് മാറുന്നു, പിന്നെ അത് വെയിനായിട്ട് മാറുന്നു. മനസ്സിലായില്ലേ? ആർട്ടറി ബ്ലഡ് ഒഴുകുമ്പോ ലോമിക ആകുന്ന ഈ പറയുന്നത് കാപ്പിലറീസ് ആകുന്നത് വരെ, അതായത് ലോമികകൾ ആകുന്നത് വരെ അതിനെ നമ്മൾ ധമനി എന്നാണ് വിളിക്കുക, ആർട്ടറി എന്നാണ് വിളിക്കുക.
ലോമിക ആയിട്ട് വീണ്ടും അത് ഒറ്റക്കുഴലായിട്ട് മാറുമ്പോ അതിനെ സിര അഥവാ വെയിൻ എന്നാണ് വിളിക്കുക. പറയണത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ബ്ലഡ് ഇങ്ങനെ ഒഴുകി വരുന്നത് ധമനി. ഞാൻ വീണ്ടും പറയട്ടാ, ഒഴുകി വരണത് ധമനി. എന്നിട്ട് ലോമികയായിട്ട് വീണ്ടും ഒറ്റക്കുഴലായിട്ട് മാറുമ്പോ അതിനെ സിര, അങ്ങനെയാണ് പറയാ. അതാണ് ആർട്ടറി സിരി തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഇതിങ്ങനെ പോകുമ്പോ ഒരു അവയവത്തിൽ നിന്ന് വേറെ അവയവത്തിലേക്ക് ഇങ്ങനെ പോവാം. ഇങ്ങനെയൊക്കെ പോകുമ്പോ ഒരവയവത്തിൽ നിന്ന് വേറൊരു അവയവത്തിലേക്ക്, അപ്പൊ ആ രണ്ട് അവയവങ്ങളെയും ചേർത്തിട്ട് അതൊരു പര്യയനമാണ് എന്ന് പറയാം. മനസ്സിലായാ പറഞ്ഞത്? ഒരവയവത്തിൽ നിന്ന് വേറൊരു അവയവം വരെ ഉള്ള ആ സഞ്ചാരം മാത്രം എടുത്തിട്ട് നമുക്ക് അതൊരു പര്യയനം എന്ന് പറയാം. ഇപ്പൊ നമ്മള് ഇടത്തെ വെൻട്രിക്കിളിൽ നിന്ന് വലത്തെ ഏട്രിയം വരെ ഉള്ള ആ ഒഴുക്കിനെ നമ്മൾ പറഞ്ഞു സിസ്റ്റമിക് പര്യയനം. ആ സിസ്റ്റമിക് പര്യയനത്തിന് തന്നെ എന്താണ്, ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റം വരെ ഉള്ള ഓട്ടത്തിനെ അതിനും വേണമെങ്കിൽ പ്രത്യേകിച്ചൊരു പേരിടാം എന്നാ പറയണത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്താണ് ഹെപ്പാറ്റിക് പര്യയനം എന്ന് പറയുന്ന ഒരു പര്യയനത്തിനെ കുറിച്ച് പറയുന്നത്. ഹെപ്പാറ്റിക് എന്താ? ഹെപ്പാറ്റിക് നമ്മളിപ്പോ പറഞ്ഞില്ലേ, കുടല് അഥവാ സ്മോൾ ഇൻഡസ്റ്റൈൻ. സ്മോൾ ഇൻഡസ്റ്റൈനിലെ ലോമികകള് ചേർന്നിട്ട് എന്തായി മാറുന്നു? ഒറ്റക്കുഴലായിട്ട് മാറും. അപ്പൊ സിരയായിട്ട് മാറി. ഈ സിര പിന്നെ പോകുന്നത് കരളിലേക്കാ, നമ്മുടെ ലിവറിലേക്കാ. ലിവറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വീണ്ടും ലോമികയായിട്ട് മാറും. അപ്പൊ ലിവറിൽ എത്തുന്നതിന്റെ തൊട്ട് മുന്നേ വേണമെങ്കിൽ അതിനെ ധമനി എന്ന് വിളിക്കാട്ടാ. ലോമികയെന്ന് ശ്രദ്ധിക്കുക, കുടലിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അത് സിര. പക്ഷെ ലിവറിന്റെ മുൻപെത്തുമ്പോ അത് വേണമെങ്കിൽ ധമനി എന്ന് വിളിക്കാം. പക്ഷെ വേണ്ട, സിര ഒറ്റക്കുഴല്. ഞാൻ സിര ധമനിയുടെ കാര്യം വിടാം. ലോമികയിലെ നോക്കൂട്ടാ, കുടലിലെ ലോമികകൾ കൂടി ചേർന്ന് ഒറ്റക്കുഴലായി. ഈ ഒറ്റക്കുഴല് പിന്നെ വീണ്ടും ലിവറിലെത്തിയാൽ, ആ ലിവറിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അത് ലോമികളായിട്ട് മാറും. മനസ്സിലായ? അവിടെ നിന്ന് വീണ്ടും അത് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒറ്റക്കുഴലായിട്ട് മാറും. മനസ്സിലായുണ്ടാ? അപ്പോ ഇവിടെ ബ്ലഡ് സഞ്ചരിച്ച ദൂരം, അതായത് എവിടുന്ന് എവിടേക്ക് പോയി ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുകുടലിൽ നിന്ന്, സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്ന് പുറപ്പെട്ടു, എന്നിട്ട് എവിടെ എത്തിച്ചേർന്നു? ലിവറിൽ എത്തിച്ചേർന്നു. മനസ്സിലായ? സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്ന് പുറപ്പെട്ടു, എന്നിട്ട് ലിവറിൽ എത്തിച്ചേർന്നു. 2 സ്റ്റോപ്പായില്ലേ? അപ്പോ ഈ ദൂരം നമുക്ക് വേണമെങ്കിൽ എന്ന് പറയാം, ഈ ദൂരം അല്ലെങ്കിൽ ഈ ഒഴുക്കിനെ നമുക്ക് പറയാം, അതിനെ ഹെപ്പാറ്റിക് പര്യയനം എന്ന് പറയാം. നമുക്ക് എന്താണ്? ഹെപ്പാറ്റിക്. ഹെപ്പാറ്റിക്. മനസ്സിലായ? പക്ഷെ ഇത് സിസ്റ്റമിക് പര്യയനത്തിന്റെ ഒരു ഭാഗമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ മാഷ് പറയാതെ തന്നെ. കാരണം സിസ്റ്റമിക് പര്യയനം എന്ന് പറഞ്ഞാൽ പല പല സിസ്റ്റത്തിലൂടെ അങ്ങനെ കടന്നു പോവുക. അതിന്റെ ഒരു ഭാഗമാണിത്. അങ്ങനെ അതിന്റെ ഒരു ഭാഗമായതുകൊണ്ട് ഇതിനെ പോർട്ടൽ എന്നാണ് വിളിക്കുക. ഒരു പോർട്ടൽ. മനസ്സിലായ? പോർട്ടൽ വ്യവസ്ഥ എന്ന് പറയാം. അതായത് അനവധി പോർട്ടൽ വ്യവസ്ഥകളുണ്ട് ഇങ്ങനെ. അതിലൊന്നാണ് ഹെപ്പാറ്റിക് പോർട്ടൽ. ഓക്കെ? അനവധി പോർട്ടൽ വ്യവസ്ഥകളുണ്ട്. അതായത് ഒരു അവയവത്തിൽ നിന്ന് വേറൊരു അവയവത്തിലേക്ക്. ഇപ്പൊ നമ്മള് ചെറുകുടലിൽ നിന്ന് ലിവറിലേക്ക് പോയ പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം, എന്താണ്, നമ്മുടെ വൃക്കയിലേക്ക് പോകുന്നുണ്ട്. വൃക്കയിൽ നിന്ന് എന്നിട്ട് വേറൊരു ഭാഗത്തേക്ക് പോകാം. അപ്പോ അതൊരു പോർട്ടലായി. ആ പോർട്ടലിന് വേറെ പേരാണ്, നമുക്ക് എല്ലാതും ഇവിടെ തന്നിട്ടില്ല. അപ്പോ അത് നോക്കുക, ഈ സിസ്റ്റത്തിന്റെ ഭാഗമായതുകൊണ്ട് അതിനെ പോർട്ടൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായോ? അത് പോർട്ടൽ സിരകൾ. അതിനെ ഒരു കോമൺ ആയിട്ട് നമ്മൾ പറയുക എന്താണ്? പോർട്ടൽ സിരകൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. നോക്കുക, അതൊന്ന് പറയാം ഇതിൽ തന്നുള്ളത്. നോക്കൂ എന്താണ്. അപ്പൊ പോർട്ടൽ സർക്കുലേഷൻ ട്ടാ. നോക്കൂ, certain veins do not reach the heart. They carry blood from organ to organ. ചില വെയിനുകള്
നേരിട്ടിട്ട് ഹാർട്ടിലേക്ക് എത്തുന്നില്ല. അപ്പൊ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഓർഗനിൽ നിന്ന് ഓർഗനിലേക്ക് എത്തിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ബ്ലഡാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ബ്ലഡില് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ബ്ലഡ് എല്ലാതും ഹൃദയത്തിലേക്ക് എത്തണമെന്നില്ല. ചിലപ്പോ ന്യൂട്രിയൻസ് കിട്ടുന്നത് ചെറുകുടലിൽ നിന്നാവുണ്ടാ. ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ, ചെറുകുടലിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടണത്. പക്ഷേ ആ പോഷകങ്ങളുമായിട്ട് രക്തം അവിടെ നിന്ന് പുറപ്പെട്ട് പോണ വഴിക്ക് തന്നെ എല്ലാവർക്കും കൊടുക്കാം. പോണ വഴിക്ക് തന്നെ അതെല്ലാവർക്കും കൊടുക്കാം. ഇപ്പൊ ലിവറിലേക്ക് പോകുമ്പോ ലിവറിൽ അനാവശ്യമുള്ളത് അവിടെ കൊടുക്കാം. അപ്പൊ ആ ബ്ലഡ് ഹൃദയത്തിലേക്ക് ആ ന്യൂട്രിയൻസ് കൊണ്ടുവരുന്നുണ്ടോ? കൊണ്ടുവരുന്നുണ്ടോ? സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്ന് ആവശ്യമായ ന്യൂട്രിയൻസ് കളക്ട് ചെയ്തിട്ട് ഈ ന്യൂട്രിയൻസ് പോകുന്ന വഴിക്ക് തന്നെ ആർക്കൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് കൊടുത്തിട്ടാണ് പോവുക. അപ്പോ ആ ന്യൂട്രിയൻസ് ഹൃദയത്തിലേക്ക് എത്തണമെന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? അപ്പോ അത് എത്തണമെന്നില്ല. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്. ചില വെയിൻസ് ഡു നോട്ട് റീച്ച് ഹാർട്ട്. നേരിട്ട് എല്ലാ വെയിനും ഹാർട്ടിലേക്ക് തന്നെ വരണമെന്നില്ല. അതായത് ന്യൂട്രിയൻസ് കളക്ട് ചെയ്തിട്ട് വരുന്ന ബ്ലഡ് ആണ് ഈ വെയിൻ എന്ന് പറയുന്നത്. വെസലിനെയാണ് നമ്മൾ വെയിൻ എന്ന് പറയുന്നത്. നല്ല രക്തത്തിനെയാണ്, നല്ല രക്തം കൊണ്ടുവരുന്ന കുഴലിനെയാണ് നമ്മൾ വെയിൻ എന്ന് പറയുന്നത്. പക്ഷെ അത് ഹൃദയത്തിലേക്ക് എത്തണമെന്നില്ല. അത് വരുന്ന വഴിക്ക് തന്നെ എന്ത് ചെയ്യാം? ആവശ്യക്കാർക്ക് കൊടുക്കാം. അപ്പൊ അത് ഒരു ഓർഗനിൽ നിന്ന് കളക്ട് ചെയ്ത് മറ്റേ ഓർഗനിൽ പോയിട്ട് എന്ത് ചെയ്യാം? കൊടുക്കാന്ന്. അതാണ് നമ്മൾ പറഞ്ഞത്. ചെറുകുടലിൽ നിന്ന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ എടുത്തിട്ട് പോകുന്ന വഴിക്ക് കരളിനെ കാണുമ്പോ കുറച്ച് കരളിനും കൊടുക്കാം. മനസ്സിലായ? അപ്പോ ആ ന്യൂട്രിയൻസിന്റെ അല്ലെങ്കിൽ ആ ബ്ലഡിന്റെ ഒഴുക്ക് എവിടുന്ന് എവിടം വരെയാ? ചെറുകുടലിൽ നിന്ന് കരള് വരെയാണ്. അപ്പോ അതിനെ നമ്മള് പോർട്ടൽ വെയിൻ എന്ന് വിളിക്കും. ആ വെയിനെ വിളിക്കുന്ന പേരെന്താ? പോർട്ടൽ വെയിൻ. പോർട്ടൽ സിര. അപ്പൊ ദേ ബിഗിൻ ഫ്രം one organ as capillary and end in another organ. അപ്പോ ഈ സിര ഒന്നിൽ നിന്ന് തുടങ്ങി മറ്റൊന്നിൽ ചിലപ്പോൾ അവസാനിക്കുന്നു. അപ്പോ അതിനെ പോർട്ടൽ സിസ്റ്റം എന്ന് വിളിക്കുന്നു. പോർട്ടൽ വ്യവസ്ഥ. കേട്ടോ? പോർട്ടൽ സിസ്റ്റം അഥവാ പോർട്ടൽ വ്യവസ്ഥ. അപ്പോ അതില് ഒരു ഉദാഹരണമായിട്ടുള്ള ഒരു പോർട്ടൽ വ്യവസ്ഥയാണ് അവർ തന്നിട്ടുള്ളത്. എന്താ? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഏതാത്? ഹെപ്പാറ്റിക്. ഹെപ്പാറ്റിക്കിന്റെ യാത്ര നോക്കൂ. ഹെപ്പാറ്റിക്കിന്റെ യാത്ര നോക്കൂ. കാപ്പിലറീസ് ഇൻ ദ ഇൻഡസ്റ്റൈൻ. കുടലിലെ ലോമികകള് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിലെത്തുന്നു. എന്നിട്ട് എവിടേക്ക് എത്തുന്നു? കാപ്പിലറീസ് ഇൻ ദ ലിവർ. എവിടേക്ക് എത്തുന്നു? കരളിലെ ലോമികളായിട്ട് മാറും. അതായത് കുടലിലെ ലോമികള് കൂടിച്ചേർന്ന് വെയിനായിട്ട് മാറുന്നു. എന്നിട്ട് കരളിലെത്തുമ്പോഴോ അവിടെ വീണ്ടും അത് കാപ്പിലറീസ് ആയിട്ട് മാറുന്നു, ലോമികളായിട്ട് മാറുന്നു. നേരത്തെ പറഞ്ഞത് കുടലിലെ ലോമികകള് അപ്പോ എന്തായിട്ട് മാറും? വെയിനായിട്ട് മാറുമ്പോ അതിനെ പറയുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്നാണ് അതിന് പറയുന്നത്. ഹെപ്പാറ്റിക്. ഇനി കാപ്പിലറീസ് ഇൻ ലിവർ. അത് ലിവറിലാണ്. ലിവറിൽ നിന്ന് വീണ്ടും അത് വെയിനായിട്ട് മാറും. ആ ലോമികൾ വീണ്ടും കൂടി ചേർന്ന് അത് ഹെപ്പാറ്റിക് വെയിനായിട്ട് മാറും. വീണ്ടും അത് മെയിൻ സിരയുടെ കൂടെ, മെയിൻ സിരയുടെ പേരാണ് വെനക്കാവ, മെയിൻ സിരയിലേക്ക് ചെന്ന് തുറക്കും. എന്നിട്ട് അത് എവിടേക്ക് എത്തും? ഹാർട്ടിലേക്ക് എത്തും. ഓക്കെ. ഇനി എന്താണ് ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടാ. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ. പെക്യൂരിയാരിറ്റീസ് ഓഫ് പോർട്ടൽ വെയിൻ, പാത്ത് ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ഫ്രം. കണ്ടാ? ചെറിയ ന്യൂട്രിയൻസ്, ചെറു ലഘു പോഷകങ്ങള് അത് കണ്ടക്ട് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. അതാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ. ഇനി ഹാവ് യു എവർ തോട്ട് വൈ സിമ്പിൾ ന്യൂട്രിയൻസ് റീച്ച് ലിവർ? ലിവർ ഈസ് സെന്റർ ഓഫ് മെറ്റാബോളിസം. ഇനി നമ്മുടെ വിഷയത്തിൽ നിന്ന് വിട്ടിട്ടുള്ള വേറൊരു കാര്യം പറയണത്.
ഇത് ഇപ്പൊ ഇവിടെ തന്ന കാരണം കൊണ്ട് ഞാൻ പറയാം. ശരിക്കും നമ്മുടെ വിഷയം രക്തപര്യന വ്യവസ്ഥ, അതിന്റെ കൂടെ അവർ ഇതാ ഇപ്പൊ വീണ്ടും ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് പറയണത്. എന്താ അത്, എന്തിനാണ് സിമ്പിൾ ന്യൂട്രിയൻസ് ലിവറിലേക്ക് എത്തുന്നത് എന്നാണ് ചോദ്യം. എന്തിനാ? ലിവറാണ് സെന്റർ ഓഫ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. സെന്റർ ഓഫ് മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ എന്താ? ദഹന വ്യവസ്ഥയുടെ കേന്ദ്രം. സിമ്പിൾ ന്യൂട്രിയൻസ് undergo several changes in the liver. Storage of glucose in the form of glycogen, releasing energy from fatty acid, producing cholesterol, etc. such. ഇതെല്ലാം നടക്കുന്നത് എവിടെ വെച്ചിട്ടാ? ലിവറിലാണ്. ഇതൊന്നും രക്തപര്യനമായിട്ട് ബന്ധമുള്ളതല്ല കേട്ടോ. ഇതൊക്കെ ശരിക്ക് ദഹന വ്യവസ്ഥയും പിന്നെ നമ്മുടെ ഊർജ ഉൽപാദനമൊക്കെ ആയിട്ട് ബന്ധമുള്ള സാധനങ്ങളത്. ഓക്കെ. മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ ഉപാപചയ പ്രവർത്തനം എന്ന് പറയും. ഉപാപചയ പ്രവർത്തനം നടന്നാലാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ? ഊർജം ഉണ്ടാവുള്ളൂ. നമുക്ക് ജോലി ചെയ്യാനൊക്കെ എന്ത് വേണം? ഊർജം വേണം, എനർജി. ആ എനർജി കിട്ടണമെങ്കിൽ അതിന് വേണ്ട പ്രവർത്തനമാണ് ഈ മെറ്റാബോളിസം. അപ്പൊ അത് രക്തപര്യനുമായിട്ട് ബന്ധമുള്ള സാധനമല്ല. പക്ഷെ അവരത് പറഞ്ഞപ്പോ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളൂ. ലിവറാണ് അത് ചെയ്യുന്ന മെയിൻ ആള് കേട്ടോ. ഇനി സ്റ്റോറേജ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ഫോം ഓഫ്, അങ്ങനെ നമുക്ക് ഊർജം കിട്ടണമെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് വേണം. ഓട്ടം കഴിഞ്ഞ് വന്ന ആൾക്കാർക്ക് ഗ്ലൂക്കോസ് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അത്ലറ്റിക്സ് സ്കൂളിൽ സ്പോർട്സിന്റെ അന്നൊക്കെ. അപ്പൊ അതെന്തിനാ? പെട്ടെന്ന് ഉഷാറ് കിട്ടാൻ വേണ്ടിയിട്ടാണത് ഗ്ലൂക്കോസ് നേരിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഓട്ടം കഴിഞ്ഞ് വന്ന ആൾക്ക് പെട്ടെന്ന് ഇറച്ചിയും പൊറാട്ടിയും വാങ്ങി കൊടുത്താൽ എന്താ സംഭവിക്കുക? അവൻ പിന്നെ കിടന്നുറങ്ങും. അയ്യോ എനിക്കിനി ഓടാൻ വയ്യാന്ന് പറയും. ഗ്ലൂക്കോസ് കൊടുത്താൽ എന്താ? വയറ് നിറയോ? ഗ്ലൂക്കോസ് കൊടുത്താൽ വയറ് നിറയില്ല. പക്ഷെ അവന് എന്ത് കിട്ടും? എനർജി കിട്ടും. അതാണ് അതിന്റെ നേരിട്ട് എനർജി. മറ്റേ ഇറച്ചിയും പൊറാട്ടിയും വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഇറച്ചിയും പൊറാട്ടിയും പിന്നെ എനർജി ആവാൻ കുറെ സമയം എടുക്കും. അപ്പൊ അതുവരെ ആള് കിടന്നുറങ്ങും. മനസ്സിലായ? അതാണ് വ്യത്യാസം. ഗ്ലൂക്കോസ് നേരിട്ട് കൊടുത്താൽ നേരിട്ടിട്ട് എനർജി ആയിട്ട് മാറും. അപ്പോ പ്രൊഡ്യൂസിങ് കൊളസ്ട്രോൾ, ഇവിടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഗ്ലൈക്കോജൻ, പിന്നെ എനർജി, പിന്നെ കൊളസ്ട്രോൾ. കൊളസ്ട്രോളും നല്ല കൊളസ്ട്രോൾ ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള കൊളസ്ട്രോൾ ഉണ്ട്. കൊളസ്ട്രോൾ എല്ലാതും പൊട്ടയല്ല. ഇനി ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ റോൾ ഓഫ് ഹെർട്ട് ഇൻ ഡിസ്ട്രിബ്യൂഷൻ സിമ്പിൾ ന്യൂട്രിയൻസ്? അപ്പൊ ഹെർട്ടിന്റെ ഉപയോഗമാണ് ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഓക്കെ, മനസ്സിലായ? ഹെർട്ടില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതാരും പറഞ്ഞുതരാതെ തന്നെ നമുക്കറിയാം അല്ലേ? ഓക്കെ, തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഈ ഭാഗം ഇത്തിരി പറയുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതാണ് ഞാനതങ്ങനെ നിങ്ങളോട് വിളിച്ച് ഒപ്പം പഠിക്കാൻ പറയണത്. നിങ്ങൾ പിന്നെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും സയൻസ് പഠിക്കാതിരിക്കരുത് കേട്ടാ. പറയണേൻ്റെ ഒപ്പം പഠിച്ച് തീർക്കുക, പണി തീർക്കുക. അപ്പൊ നാളെ നമുക്ക് പരീക്ഷ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മറ്റൊരിക്കൽ 2 മണിക്കാണ് പറഞ്ഞുള്ളത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. നാളെ നിങ്ങൾക്കൊരു നാളെ നിങ്ങൾക്കൊരു 2:30 ഇട്ടാലോ പരീക്ഷ? ഏത് പാഠം? സർക്കിളല്ലേ നമ്മൾ പറഞ്ഞ? കണക്കല്ലേ പറഞ്ഞ? സർക്കിൾ കേട്ടാ. അപ്പൊ മറ്റന്നാൾ ക്ലാസ് ഉണ്ടാവില്ല, നാളെ പരീക്ഷ കേട്ടാ. ശരി, ഓക്കെ. ബയോളജി അല്ല കേട്ടാ, കണക്കാണ്. കണക്ക് 5ാം പാഠം, മറ്റേ സർക്കിൾസിന്റെ പാഠം. വൃത്തങ്ങള്. ഓക്കെ, അപ്പൊ ഗുഡ് ബൈ. പ്രസന്റ് വിളിക്കണല്ലോ അല്ലേ? ഒരു മിനിറ്റ്, അപ്പൊ പോയി തോന്നുന്നുണ്ട്. ഒരു കാര്യം, അടുത്ത ദിവസം വിളിക്കാം കേട്ടോ. ഞാനിനി ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം പോവാൻ വരട്ടെ. ഇനിയിപ്പോ പരീക്ഷ എഴുതിയിട്ട് ആർക്കെങ്കിലും ആൻസർ പേപ്പർ ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുവരാൻ പറ്റുമോ? വേണ്ട, നിങ്ങൾ വാട്സപ്പിൽ ഇട്ടാൽ മതി. ഞാൻ വലിയ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നില്ല, ചെറുതാണ്.